ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോനാസ് വ്ലോഗ്. ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖം. നിങ്ങൾ സ്വന്തം സോനപ്പനെന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഇന്നലത്തെ വീഡിയോൻ്റെ പാർട്ട് 2 ആയിട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ പോകാൻ പോകുന്നത് ശിവാജി നഗറിലോട്ടാണ്. അത് ഇവിടുത്തെ ഒരു സ്ട്രീറ്റാണ്. മീൻസ് ഇങ്ങനെ ഭയങ്കര വിലക്കുറവിൽ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ട്രീറ്റാണ്. ഒരു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റാണത്. ഇവിടുത്തെ മെയിനായിട്ടുള്ള ബാംഗ്ലൂരിലെ മെയിനായിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റാണത്, ശിവാജി നഗർ. നമ്മൾ അങ്ങാടാണ് പോണത്. ഇപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ റോഡ് ഫുള്ളിങ്ങനെ മരങ്ങളാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി കുറേ നേരം, ഞാൻ അധികം വീഡിയോസൊന്നും എടുത്ത് തരില്ല, കണ്ടോ ഫുള്ള് ഇതേപോലെ സാധനങ്ങളാണ്. അപ്പോൾ അവിടുന്ന് ബാഗൊക്കെ വാങ്ങി പിന്നെ കണ്ടു ഓരോ കടകൾ നമ്മളിങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ. അങ്ങനെ അവിടുന്ന് കുറേ നേരം നമ്മൾ ഉച്ചയ്ക്ക് പോയിട്ട് വരുന്നത് തിരിച്ച് 4-5-6 മണി എന്തോ ആയപ്പോഴാണ് തിരിച്ച് വീട്ടിലെത്തണം. 6 മണിക്ക് കഴിഞ്ഞു, ഒരു 7 മണിയൊക്കെ ആവാറായപ്പോഴാണ് എത്തിയത്. പിന്നെ അവിടുത്തെ മെയിൻ ഒരിത് പ്രത്യേകത ഇതാണ്, അവിടെ ഫുള്ളിങ്ങനെ പരുന്തുകളാണ്. അപ്പം അതുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിനി തിരിച്ചു പോരണേണ്. ഞാൻ പോലെ കുറേ വീഡിയോസ് ഒന്നും എടുത്തില്ല. അത് തിരിച്ചു പോരണേണ്. ഇപ്പോഴും നമ്മുടെ കണ്ടു എല്ലായിടും ഫുള്ള് മരങ്ങളാണ്. അതാണ് ഇവിടുത്തെ വലിയൊരു പ്രത്യേകത. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അതാണ്. നല്ല അടിപൊളിയായിട്ട് മരങ്ങളും തണുപ്പൊക്കെയാണ്. അത് കഴിഞ്ഞു. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെന്ന് റെഡി ആയിട്ട് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോകണേ. അത് ഇവിടെ കർണാടകയിൽ ഒരു കർണാടക സ്റ്റൈലിലെ കല്യാണമാണിത്. അപ്പോൾ അതുകൊണ്ട് ചെക്കൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾ മാത്രം പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ ചെറിയൊരു ചടങ്ങുണ്ട്, അതാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് റെഡി ആവുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തറില്ല, പോണതാണ്. അങ്ങനെതാ നമ്മൾ വീടെത്തി ഇനി എല്ലാവരും പെണ്ണിൻ്റെ വീട്ടിലോട്ട് കയറാൻ പോണേണ്. അപ്പം ഇവിടുത്തെ ഒരു ആതിഥ്യ മര്യാദയാണ്. ഇതേപോലെ കെട്ടിപ്പിടിച്ച് കുമ്മൊക്കെ തരും. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഇത്. കണ്ടോ ഇത് കാണാം. ഞാൻ ഇപ്പോൾ ഇത് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായി, അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കണ്ടോ ഇതേപോലെ നമുക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ തരും. ഇതേപോലെ കണ്ടോ എല്ലാവർക്കും കൊടുക്കും, അങ്ങനെ ഇതൊന്നുമില്ല. ഇങ്ങനെ എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ അവിടെ എത്തി. അവിടെ എല്ലാവരും ഇരുന്ന്, ആ ഹോളിൽ എല്ലാവരും ഇരുന്ന് ഇനി പെണ്ണ് ഡ്രസ്സൊക്കെ മാറ്റി കൊണ്ടുവരും. അപ്പം അതിനുള്ള അവിടെ മൈലാഞ്ചിയും സ്വീറ്റ്സും മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ടൊരു വെറൈറ്റി കല്യാണമാണ്. കേട്ടോ, മുല്ലപ്പൂ, സ്വീറ്റ്സും മൈലാഞ്ചിയും പിന്നെ ആ ഇലയും പഴമൊക്കെ ഉണ്ട്. പെണ്ണ് ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മളിവിടെ നൈറ്റ് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഉടുപ്പ് കൊടുക്കാൻ പോണ പോലെ തന്നെയാണ്. ഉടുപ്പും കൊടുക്കും, അതേപോലെ തന്നെ ഇതേപോലെ ഒരു ചടങ്ങുമാണ്. എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അവിടുത്തെ ആൾക്കാർ ഇതേപോലെ മുല്ലപ്പൂ തലയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. ഓക്കെ, അപ്പം ഇതൊക്കെ എൻ്റെ കസിൻസാണിത്, മലപ്പുറത്ത് നിന്നുണ്ട്. ഇപ്പം ഇവരൊക്കെ ബാംഗ്ലൂരാണ്. അപ്പം ഞാൻ അധികം വീഡിയോസൊന്നും ഇല്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഫേസ് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇതിങ്ങനെ കുറേ നമുക്ക് ഫേസ് മറിച്ച് വരുമ്പോൾ അതുകൊണ്ട് അധികം വീഡിയോ ഞാൻ ഇങ്ങനെ എടുത്തിട്ടില്ല, കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും വന്ന് ഇതേപോലെ മുല്ലപ്പൂ ഇങ്ങനെ വെച്ച് ക്ലിപ്പ് ചെയ്യണം. അതാണ് ഫസ്റ്റത്തെ ഇവിടുത്തെ ഒരു ചടങ്ങായിട്ട് ഉള്ളത്. കണ്ടോ ഇതേപോലെ ഇങ്ങനെ മുല്ലപ്പൂ, ഇതൊരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു. ഒരു വൈറ്റിൽ വേറെ എന്തോ ഒരു കളർ പൂവൊക്കെ വെച്ചിട്ടുള്ളൊരു മുല്ലപ്പൂ ആണ്. കണ്ടോ, ഇനി ഇത് തലയിൽ മുടിയിൽ വെച്ച് അത് ക്ലിപ്പ് ചെയ്യും. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് ഒരിത്. കണ്ടു, ഇപ്പം എല്ലാവരും കൂടി വന്നിട്ട് ഇതൊക്കെ വെച്ചു, പൂവൊക്കെ വെച്ചു. ഇനി നമ്മുടെ കയ്യിൽ ആ ഇല വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നോർമലി മൈലാഞ്ചി ഇടുന്ന പോലെ മൈലാഞ്ചിയൊക്കെ ഇടും. അങ്ങനെയാണ്. കണ്ടോ, 2 കയ്യിലും അതുപോലെ എടുത്തിട്ട് മൈലാഞ്ചി നോർമൽ നമ്മളിവിടെ വെള്ളിയാഴ്ച ശനിയാഴ്ചയൊക്കെ ഉണ്ടാവുന്ന പോലെ തന്നെ മൈലാഞ്ചി ഇത് നോർമൽ ഇട്ടിട്ട് പിന്നെ ഇതേപോലെ പെണ്ണിന് സ്വീറ്റ്സൊക്കെ വായി വെച്ച് കൊടുക്കും. അതാണ് ഇവിടുത്തെ മെയിൻ ചടങ്ങായിട്ടുള്ളത്. പക്ഷെ നല്ലൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി, അതാണ്. കണ്ടോ ഇതേപോലെ ഇട്ടിട്ട് പിന്നെ നമ്മൾ സ്വീറ്റ്സ് വായി വെച്ച് കൊടുക്കും. കണ്ടോ, പിന്നെ ഫുൾ കർണാടകയാണ്. അപ്പം നമ്മുടെ കസിൻസിനൊക്കെ മലയാളവും ഇതൊക്കെ എല്ലാം അറിയാം, മലയാളത്തിലൊക്കെ അവർക്കറിയാം. ബട്ട് ഈ പെണ്ണിൻ്റെ വീട്ടുകാർക്കൊക്കെ കർണാടക ഇംഗ്ലീഷ് അതൊക്കെ അറിയുള്ളൂ, അല്ലാണ്ട് മലയാളം ഒന്നും അവർക്ക് അറിഞ്ഞൂടാ. അപ്പോൾ കോൺവെർസേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് ഇംഗ്ലീഷ് വഴിയാണെങ്കിൽ
ഓക്കെയാണ്. അല്ലെങ്കിൽ പിന്നെ അവരുടെ ഭാഷ തന്നെ പറയണം. ഓക്കെ, അങ്ങനെ ഇതേപോലെ എല്ലാവരും കൊടുത്തു. ഇതേപോലെ എല്ലാവരും മൈലാഞ്ചിയൊക്കെ ഇട്ട് സ്വീറ്റ്സൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം പഴം കൊടുക്കണേണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു കുറേ നേരം. ഞാൻ അധികമൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല, വളരെ കുറച്ച് മാത്രം കാണിക്കുന്നുള്ളൂ. കണ്ടോ, ഇതേപോലെ കുറേ നേരം ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഉറപ്പായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൻ ക്ലിക്കാൻ മറക്കരുതേ. അപ്പോൾ എന്താണ് നമ്മളുടെ പാർട്ട് 1 വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് പോയിട്ട് നമ്മുടെ പാർട്ട് 1 വീഡിയോ കാണുക. നമ്മൾ ബാംഗ്ലൂരിലോട്ട് പോണ വിശേഷങ്ങളൊക്കെയാണ് അതിലിട്ടേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പിറ്റേ ദിവസം പോയതാണ്. ഇനി അതിൻ്റെ പിറ്റേ ദിവസം പോണതും ഒക്കെ നമ്മൾ വീഡിയോ ഇടണേണ്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറയില്ലേ, വലുതായിട്ട് കുറേ നേരം അതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ തന്നെ വീടെത്തിയപ്പോൾ തന്നെ 1:30-2 മണി അടുക്കം ആവാറായി. അത്രയും നേരം നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ തന്നെ ഇതേപോലെ ഡാൻസും പരിപാടിയും പിന്നെ ഫുഡ് കഴിക്കലും ഇതൊക്കെ ആയപ്പോഴേക്ക് തന്നെ ആയി. 12 മണി കഴിഞ്ഞു. 12 മണിയൊക്കെ കഴിയാറായി. അപ്പം ആവാറായി 12 മണി. അപ്പം എന്നാലും നമ്മൾ അടിച്ച് പൊളിച്ചു. ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ ഇതിപ്പോൾ ലാസ്റ്റ് തീരാറായി, നിർത്താൻ പോണേയിരുന്നു. അപ്പം അതിൻ്റേതായ ഒരു ഇപ്പം കുറേ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇപ്പം ഇത്ര ആയത്. നല്ല രസമായിരുന്നു. പക്ഷെ മലയാളം പാട്ടും ഹിന്ദിയിലെ പാട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ എല്ലാവരും ഡാൻസൊക്കെ കളിച്ചു. കണ്ടോ, ഇതേപോലെ എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് കുറേയൊക്കെ ഞാൻ കളഞ്ഞു. ഒരു എത്രയാണ് 23 മിനിറ്റ് അത്രയൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ. പക്ഷെ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇപ്പം ഇത്രയും ആയത്. പിന്നെ ഫുഡ് അവിടുത്തെ ഒരു കപ്സയാണ്. ഇവിടെ മിക്കപ്പോഴും ഇത് തന്നെയായിരിക്കും. മന്തി എന്ന് പറയാൻ പറ്റില്ല, ഒരു കപ്സ ചിക്കൻ. പിന്നെ അതും ഉണ്ടായിരുന്നു. അതേ വെള്ളയപ്പം ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു ഇതാണ്, ഒരു സ്വീറ്റാണ്. അത് ഞാൻ നാളത്തെ ഫംഗ്ഷൻ്റെ അന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി ചെക്കൻ്റെ വീട്ടിലാണ്. ഇത് ഇവിടുത്തെ ചെക്കൻ്റെ വീട്ടിലെ പരിപാടിയാണ്. ഇതും കർണാടക സ്പെഷ്യൽ ഇവിടെയാണ്. മാലയൊക്കെ ഇട്ടിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്തു. ഞാൻ വരാൻ കുറച്ച് ലേറ്റായി, അതാണ്. കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവരുടെ വായിലും അതിങ്ങനെ വെച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം തിരിച്ച് ഇനിയിപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൗഡർ എന്തുകൊണ്ട് അത് മുഖത്ത് തേക്കും. പിന്നെ മഞ്ഞൾ കയ്യിൽ തേക്കും. പിന്നെ അതേപോലെ തന്നെ സ്വീറ്റ്സ് വെച്ച് കൊടുക്കും. ഇതേ കണ്ടോ, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അപ്പുറത്ത് ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ചടങ്ങ്. അപ്പോൾ അവിടെ നിന്ന് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടാണ് ഈ ചടങ്ങ് നടത്തുന്നത്. ഇപ്പം തന്നെ 2 മണി ഒക്കെ കഴിഞ്ഞു. നല്ല രസമായതുകൊണ്ട് എല്ലാവരും ഉറങ്ങാണ്ടൊക്കെ ഇരുന്നു. കണ്ടു, ഇനി ഓരോ ആൾക്കാർ വന്നിട്ട് ഇതേപോലെ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇതിനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം എൻ്റെ മാമിയാണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ ഇതേപോലെ വന്ന് ഈ പൗഡർ മുഖത്തിടും. പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ മഞ്ഞൾ മീത്ത് തേച്ച് കൊടുത്തിട്ട് ഈ കേക്ക് വായി വെച്ച് കൊടുക്കും. അതാണ് ഇവിടെ. അങ്ങനെ എല്ലാവരും ചെയ്യും. ഇപ്പം ഞാൻ കുറേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാര്യം നിങ്ങൾക്കും കണ്ടാൽ ബോറടിക്കും. പിന്നെ ഇവരെല്ലാവരും ഫേസൊക്കെ വന്നാൽ അതിനൊരു ചെറിയ പ്രശ്നം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതേപോലെ എല്ലാവരും നമുക്ക് വായിലൊക്കെ വെച്ച് കൊടുത്തു, കേക്കൊക്കെ കൊടുത്തു. അങ്ങനെ കുറേ എല്ലാവരും ചെയ്തു. അവിടെ ഇരിക്കണ എല്ലാവരും ചെയ്തു. കണ്ടു, ഇതേപോലെ എല്ലാവരും ചെയ്തു. ഇങ്ങനെ കേക്കും വായിൽ വെച്ച് കൊടുക്കും. പിന്നെ ജസ്റ്റ് നോർമലായിട്ട് ഡാൻസും പാട്ടും അത്രയൊക്കെ തന്നെയാണ്. കണ്ടോ, ഇത് ചെക്കൻ്റെ ഇക്കാക്കയാണ് 2 പേരും. അപ്പോൾ അവരുടെ ഡാൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഫുള്ള് അവരുടെ ഡാൻസും പാട്ടും പരിപാടി അടിപൊളിയൊക്കെ ആയിരുന്നു. 2-3 മണി വരെയൊക്കെ അതിങ്ങനെ നീണ്ട്. പക്ഷെ നല്ല രസമായിരുന്നു. നമുക്കിങ്ങനെ മടുപ്പൊന്നും തോന്നില്ല. 3 മണി വരെ ഇങ്ങനെ പോയി ഡാൻസ് ഉണ്ടായിരുന്നു, അതിങ്ങനെ പാട്ടുണ്ടായിരുന്നു. പക്ഷെ പാട്ടിൻ്റെ സമയമാകുമ്പോഴേക്കും ഫോൺ ഓഫായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല.
പിന്നെ പക്ഷേ ഡാൻസ് മാത്രമേ എടുത്തുള്ളൂ, പാട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, നമ്മുടെ ഫോൺ ഓഫായി പോയതുകൊണ്ട്. അപ്പോൾ അതാ ഇതേപോലെ അവിടുത്തെ എല്ലാവരുടെയും ഓരോരുത്തരുടെ ആയിട്ടുള്ള ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പെണ്ണിൻ്റെയും ഇവിടുത്തെ മക്കളുടെയും അല്ലാണ്ട് ആമക്കളുടെയും ആമക്കളുടെ ഡാൻസ് എടുത്തില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും ആണ് ഫോൺ ഓഫായി പോയത്. അവർ ലാസ്റ്റ് കളിച്ചത്. അത് കഴിഞ്ഞതും ഇതായിരുന്നു പാട്ട് പാടലായിരുന്നു. അപ്പം അതൊന്നും എനിക്കും പറ്റില്ല, എനിക്കെടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് മക്കളാണ്, അവരുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കണ്ടു കുറച്ച് ലാഗൊക്കെ ആയിട്ടാണ് ഇത് അടിപൊളിയായിരുന്നു. അപ്പം ഇതേപോലെ അവരും കുറച്ച് നേരം ഡാൻസ് കളിച്ചു. പിന്നെ അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ബാക്കി നമ്മളുടെ സൺഡേയുടെ കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അതിന് വേണ്ടിയിട്ട്. പിന്നെ അവിടുത്തെ സ്വീറ്റ്സൊക്കെ നാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. നല്ല അടിപൊളി വെറൈറ്റി സ്വീറ്റ്സ് ഉണ്ട്. പിന്നെ ഇതെല്ലാം എൻ്റെ മാമന്മാരാണ്. അപ്പോൾ ഇവരൊക്കെ കൂടി ഇരുന്ന് ഡാൻസ് കളിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇതിൻ്റെ പാർട്ട് 3 ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.